Are Indians overworked? We are asking that question because a disturbing incident has sparked this conversation in India. ഇന്ത്യയിൽ ഭൂരിഭാഗം കമ്പനികളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഹാർഡ് വർക്കിംഗ് എന്ന പേരിൽ ഓവർ വർക്കിംഗ് ചെയ്യുന്നത്. We live in a world that celebrates hustle culture. It's all about working harder and longer and sacrifice everything for success. ഓവർ വർക്കിംഗ് ഗ്ലോറിഫൈഡ് ആയി കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. I work 20 hours a day, 7 days a week. Wow. So 140 hours. You're Sudha Murthy's dream, yeah? Narayan Murthy's dream, rather. Sorry. Yeah. We humans often talk about work-life balance, which popularly means separating work from our personal lives. But an average human spends a quarter of her life at work. Why haven't we flushed toxicity out of our offices? Just like toxic chemicals, a toxic workplace too can kill us. A 26-year-old Anna Sebastian Perayal tragically died in Pune in what appears to be a death due to toxic work environment. Everyone is so much like ऐसे देख रहे हैं life को and they're in with so much pressure. They're like, What ये pressure? I think pressure of just going by every day without doing something wrong. They're scared to do something. നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജോലിക്ക് കയറുന്നു, വലിയ സ്വപ്നങ്ങളും മോഹങ്ങളുമായി. എന്നാൽ ഈ ജോലിക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, എന്തിനേറെ നിങ്ങളുടെ പെരുമാറ്റ രീതിയിൽ വരെ മാറ്റം വരുന്നു. എന്നാൽ ഈ ജോലി നിങ്ങളുടെ സന്തോഷവും സമാധാനവും കളഞ്ഞാലോ? ഇന്ത്യയിൽ ഏകദേശം 78% എംപ്ലോയീസ് തങ്ങളുടെ ജോലിയിൽ ബേൺ ഔട്ട് അനുഭവിക്കുന്നു. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള വേർഡായിരിക്കും ബേൺ ഔട്ട്. എന്നാൽ എന്താണ് ബേൺ ഔട്ട്? അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? ബേൺ ഔട്ട് എന്നത് ഒരാൾക്ക് അമിതമായ സമ്മർദ്ദവും നീണ്ടു നിൽക്കുന്ന ജോലിയും കൊണ്ടുണ്ടാകുന്ന മാനസികവും ശാരീരികമായ തളർച്ചയാണ്. ഇങ്ങനെ ബേൺ ഔട്ട് അനുഭവിക്കുന്നവർക്ക് തങ്ങളുടെ ജോലിയിൽ മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള ആവേശമോ തൃപ്തിയോ തോന്നുകയില്ല. ഇഷ്ടമില്ലാത്തതായോ ഒരു ലക്ഷ്യം കാണാത്തതുപോലെയോ തോന്നും. This phenomenon is job specific. Burnout is solely driven by our job. നിങ്ങൾ 996 എന്ന കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? In China, there is an expression for this grueling work schedule. It's 996, which means 9 in the morning until 9 in the evening, 6 days a week, and that includes hours and hours of unpaid overtime. അതായത് ഒരു ദിവസം 12 മണിക്കൂർ, ആഴ്ചയിൽ 72 മണിക്കൂർ. That's what some call the work culture of encouraged overtime, common among Chinese tech firms. ഇതിലൂടെ ആളുകൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് നഷ്ടപ്പെടുകയും ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവർ 24 വയസ്സ് മാത്രമുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വർക്ക് പ്രഷർ മൂലം 60 കിലോയിൽ നിന്നും 80 കിലോയിലേക്ക് ഇവരുടെ വെയിറ്റ് കൂടുകയാണ് ഉണ്ടായത്. എന്നാൽ പുതിയ സോഷ്യൽ മീഡിയ ട്രെൻഡായ ബേഡിംഗ് ചൈനയിലെ യുവാക്കൾക്കിടയിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അമിതമായ ജോലി ചുമതലകൾക്കെതിരെ ഒരു സാങ്കേതിക സമരമായി ഇവർ വലിയ ഷർട്ടുകളിലുള്ളിലൂടെ കൈകൾ വെച്ച് മരക്കൊമ്പിലെ പക്ഷികളെപ്പോലെ ഇരിക്കുന്ന വീഡിയോകൾ പങ്കുവയ്ക്കുകയാണ്. ഈ പ്രതിഷേധം നീണ്ടു നിൽക്കുന്ന ജോലിയും മോശം വർക്ക് ലൈഫ് ബാലൻസുമായുള്ള അവരുടെ അതൃപ്തിയെ പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ത്യ മെല്ലെ 996 എന്ന കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്തത്. 2019 ഒരു സ്റ്റഡിയിൽ പറയുന്നത് 64% ആളുകൾക്ക് തങ്ങളുടെ ഫാമിലിയുമായി സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നാണ്. 56.7% ആളുകൾ പറയുന്നത് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് മോശമാണ് എന്നാണ്. 68.2% പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നില്ല എന്നാണ്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ? നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ ടൈമിൽ നിന്നും കൂടുതൽ സമയം നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ചെലവാക്കേണ്ടി വരുന്നതിലും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടും ഓഫീസ് വർക്കിൽ എൻഗേജ് ആവുന്നതും ഒരു പേഴ്സണൽ ടൈം ഇല്ലാതെ 24/7 വർക്ക് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ചെയ്ത വർക്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ടോക്സിക് എൻവയോൺമെന്റിലാണ്. ഒരു വ്യക്തിക്ക് പേഴ്സണൽ ടൈം നൽകാതെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. But I don't agree with this work-life balance concept. Because if you are enjoying your work, you will actually find happiness in life also and work also, and the both will be in harmony. That's not welcome news for tech bosses like Jack Ma, who actually called 996 a huge blessing. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബ് പോർട്ടൽ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോബ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ പല കമ്പനികളുടെയും വേക്കൻസി അവിടെ കാണാം. അതിൽ പലതിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും: എബിലിറ്റി ടു വർക്ക് എഫിഷ്യൻ്റ്ലി അണ്ടർ പ്രഷർ. ഇവർ തന്നെ നിങ്ങൾക്ക് സൂചന നൽകുന്നുണ്ട് നിങ്ങൾ പ്രഷറിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക എന്ന്. പല കമ്പനികളിലും അവർക്ക് വേണ്ടത് എംപ്ലോയീസിനെ അല്ല, അടിമകളെയാണ്. രാവും പകലും എന്നില്ലാതെ കഷ്ടപ്പെടുന്ന അവരുടെ ചീത്തവിളിയും മറ്റും കേട്ടുകൊണ്ട് തുച്ഛമായ സാലറിയിൽ പണിയെടുക്കുന്ന അടിമകളെ. അതിന്റെ തെളിവാണ് ഇങ്ങനെയുള്ള എഴുത്തുകൾ. ഇവർ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് ജോബിന് ഓഫർ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സാലറിയാണ്. അതിലും ആ ജോബിൽ കയറുന്ന വ്യക്തിക്ക് ഇവർ പറയുന്ന എല്ലാ സ്കിൽസിലും പ്രൊഫിഷ്യൻസിയും വേണം. എന്നാൽ കുറഞ്ഞ സാലറി മാത്രമായിരിക്കും ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ
സോൾജിയേഴ്സ് എങ്ങനെ അവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന കഥ പറയാറുണ്ട്. Look at the dedication with which let's say the people in the defense forces work for really long hours when a mission is there. Then they are not looking at that and looking at the hours. When they are on a mission, they are on that mission. I mean, they are only thinking of completing that mission. നിങ്ങളും ഇവരെ പോലെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ മിഷൻ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യണം. If you are excited about that mission, you sign up for it and you do it. എന്നാൽ ഈ കമ്പാരിസൺ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അവർ രാജ്യത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, പക്ഷേ നിങ്ങളോ? Excited about the mission is because I'm fighting to keep my countrymen safe, not to make money for the CEO and the founder of the company. ഈ കമ്പനിക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെടുന്നു, എന്നിട്ടും എന്തെങ്കിലും വന്നാൽ നിങ്ങളെ അനായാസം പുറത്താക്കുന്നു. ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട ആളുകളും പ്രഷറിലാണ് ജീവിക്കുന്നത്. ഹൈ എക്സ്പെക്ടേഷൻ. സൊസൈറ്റി എന്തു പറയും നല്ലൊരു ജോബ് ഇല്ലെങ്കിൽ? പഠിച്ചതും ചെയ്യുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലെങ്കിൽ അതിനും മറുപടി പറയണം. ഇവിടെ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണോ, ഫ്രീലാൻസ് ചെയ്യുകയാണോ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ എന്നൊന്നുമില്ല. നിങ്ങൾ വലിയ കമ്പനികളിൽ ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിലയുള്ളൂ. നിങ്ങൾ ചെറിയൊരു സ്ഥാപനത്തിൽ സമാധാനത്തിൽ കുഴപ്പമില്ലാത്ത സാലറിയിൽ വർക്ക് ലൈഫ് ബാലൻസോടുകൂടി ജീവിക്കുന്നത് കണ്ടാൽ ചുറ്റുമുള്ള ആളുകൾക്ക് സഹിക്കുകയില്ല. അവർ നിങ്ങളെ പുച്ഛിക്കും, ഉപദേശിക്കും. വലിയ കമ്പനികളിലേക്ക് പോകൂ, ഇതിനും കൂടുതൽ സാലറി മേടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈലി മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ ഫാമിലി എല്ലാം വിട്ടുകൊണ്ട് ഇവരുടെ വാക്കും കേട്ട് ഈ കമ്പനികളിൽ വലിയ സാലറിയിൽ കയറുന്നു. നിങ്ങളവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് നഷ്ടമാകുന്നു. നിങ്ങൾ മുൻപ് അനുഭവിക്കാത്ത രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുന്നു. ഭക്ഷണം, ഉറക്കം എന്നിവ തോന്നിയ സമയത്താവുന്നു. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയും മാനസികമായി തളരുകയും ചെയ്യുന്നു. ഇത് പിന്നീട് ഗുരുതരമായ മെന്റൽ ഹെൽത്ത്, ഹാർട്ട് അറ്റാക്ക് എന്നിവയിലേക്ക് ചെന്നെത്തിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നു. A new study has found that there is a rise in heart attacks among young people. About 4 Indians in the age group of 30 to 50 experience a fatal heart attack. ഇതിൽ പ്രധാനമായും പല കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു കാരണം സ്ട്രെസ് ആണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈയിടയ്ക്ക് eBay കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആന സെബാസ്റ്റ്യന്റെ മരണം. നിങ്ങൾക്ക് ഈ ജോലി വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജോബ് റിസൈൻ ചെയ്ത് പോകാൻ പറ്റാത്തത്? ഈ ജോബ് പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ EMI ആരടയ്ക്കും? എൻ്റെ കുടുംബത്തെ എങ്ങനെ നോക്കും? എന്നുള്ള പല ചിന്തകളാണ് നിങ്ങളെ ഇപ്പോഴും ഈ ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റിൽ പിടിച്ചു നിർത്തുന്നത്. കൂടാതെ കോമ്പറ്റീഷൻ, ഇതിലും കുറഞ്ഞ സാലറിയിൽ ഇവിടെ വർക്ക് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ള ഭയം. ഇങ്ങനെയുള്ള പല ഭയങ്ങളും കൊണ്ടാണ് പലരും വർക്ക് ലൈഫ് ബാലൻസ് എന്ന കൺസെപ്റ്റിലോട്ട് പോകാത്തതും രാവും പകലും പണിയെടുക്കുന്നതും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാത്രമാണോ ഒരു ടോക്സിക് വർക്ക് എൻവയോൺമെന്റ് സൃഷ്ടിക്കുന്നത്? നിങ്ങളിൽ പലരും ഓഫീസ് പൊളിറ്റിക്സിന് ഇരയായ ആളുകളാവാം. നിങ്ങളുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി റെസ്പോൺസിബിൾ അല്ലാത്ത, ഒട്ടും വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ആ വർക്കിനെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വർക്ക് പ്രഷർ അനുഭവിക്കേണ്ടി വരും. ഒരു ലീഡർ അല്ലെങ്കിൽ മുതിർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സന്തോഷകരമായി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അല്ലാതെയുള്ളവർക്ക് കോൺസ്റ്റന്റായി പേടിപ്പെടുത്തുകയും പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുകയും അവരെ സമ്മർദ്ദം ചെലുത്താതെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ലീഡേഴ്സും ഉണ്ട്. എല്ലാ കമ്പനികളും ടോക്സിക് വർക്ക് കൾച്ചർ എന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ഒരു കഴിവുള്ള വ്യക്തി തനിക്ക് തന്ന വർക്ക് ഓഫീസ് ടൈമിനുള്ളിൽ തീർത്തു പോവുകയാണെങ്കിൽ അവർ ആത്മാർത്ഥതയില്ലാത്ത ആളാണ്, അത്ര നല്ല എംപ്ലോയീസ് അല്ല എന്ന കൺസെപ്റ്റാണ്. എന്നാൽ ഓഫീസ് ടൈമിൽ കളിച്ചടന്ന് പണി പെൻഡിങ്ങിൽ വെച്ച് പാതിര വരെ പണിയെടുക്കുന്ന ആളുകളെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു. ശരിക്കും ഇതുപോലുള്ള ആളുകളല്ലേ മറ്റ് എംപ്ലോയീസിനെ കൂടെ ഈ ട്രാപ്പിലേക്ക് വലിച്ചിഴക്കുന്നത്? ഈ ഒരു ഓവർ ടൈം ഓഫീസിൽ ഇരിക്കുന്നത് ഒരു കൾച്ചറായി മാറ്റുന്നതും. എന്നാൽ ഓവർലോഡ് വർക്ക് ഒന്ന് ഇതുപോലെ രാത്രികളിൽ ഇരിക്കേണ്ടി വരുന്ന ആളുകളുമുണ്ട്. ഒരു അൺഹെൽത്തി എൻവയോൺമെന്റ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണത്തിലൊന്നാണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ആളുമായിട്ടുള്ള നിങ്ങളുടെ വിശ്വസ്തത. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വിശദീകരിക്കേണ്ടി വരുന്നതും ഓരോ തീരുമാനങ്ങൾക്കും കാരണം പറയേണ്ടി വരുന്നതും ഇതിന് ഉദാഹരണമാണ്. ഇങ്ങനെ വിശ്വാസമില്ലാതെ പോയാൽ അത് നമ്മളുടെ വളർച്ചയെയും ജോലി ചെയ്യുന്ന വിധത്തെയും ബാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു വ്യക്തിയുടെ മേൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ടീമിനെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പേർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രഷർ ചെലുത്തുന്നതും. നിങ്ങൾ കഠിനമായി ജോലി ചെയ്തിട്ടും എന്നാൽ കരിയറിൽ വലിയ വളർച്ച കാണുന്നില്ലെങ്കിൽ ഈ ജോലി മാറാനുള്ള സമയമായിരിക്കാം. കരിയറിൽ പുരോഗതി ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ആശങ്ക അനുഭവിപ്പിക്കും. കൂടാതെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും തൃപ്തി നഷ്ടപ്പെടാൻ തുടങ്ങിയേക്കാം. പ്രാക്ടീസ് സെൽഫ് കെയർ, വ്യായാമം, മെഡിറ്റേഷൻ. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ എൻഗേജ് ആവുക. ഡിസ്കണക്ട് ഫ്രം വർക്ക്. പേഴ്സണൽ സമയത്ത് ജോലിയുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ലേൺ ടു സേ നോ. സ്വയം അമിതമായി പ്രതിബദ്ധത പുലർത്തരുത്. അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇടപെടുന്നുവെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ സാധിക്കണം. ടേക്ക് ബ്രേക്സ്. വർക്ക് ഡേയിൽ റെഗുലറായി ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുന്നത് നിങ്ങളുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യും. പ്ലാൻ പേഴ്സണൽ ടൈം. കുടുംബം, ഹോബി, വിശ്രമം എന്നിവയ്ക്കായി ഒരു സമയം ക്രമീകരിക്കുക. ജോലിയിൽ പ്രൊഡക്ടിവിറ്റിയും ജീവനക്കാരുടെ വെൽബീയിങ് മൂല്യനിർണ്ണയം ചെയ്യുന്ന ബാലൻസ്ഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അറ്റ് ലാസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത്, പണിയെടുക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്.